നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരത്തിൽ FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ എക്സ്ട്രാ ടൈമിൽ പരാജയപ്പെടുത്തിയിട്ട് വമ്പൻ ആഘോഷത്തിലേക്ക് പോയി. സ്വാഭാവികം, അവർ കിരീടം ചൂടിയതല്ലേ, അവർ ആഘോഷിക്കും. പക്ഷേ ആ ആഘോഷം റയൽ മാഡ്രിഡ് ആരാധകരുടെ ഇടനെഞ്ചിലാണ് മുറിവേൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ അത് റയലിൻ്റെ താരങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകും. 2-1 വിജയിച്ചു എന്ന് കരുതി നിന്നിടത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി 84-ാമത്തെ മിനിറ്റിൽ ഗോളും തിരികെ വാങ്ങി. എക്സ്ട്രാ ടൈമിൽ വീണ്ടും ഒരു കൺഫ്യൂഷനും മിസ്റ്റേക്കും ഒക്കെ അവർക്ക് തിരിച്ചടി കൊടുത്ത് കൂണ്ടയുടെ ഗോളും വാങ്ങി തോറ്റങ്ങ് പോയി. നിരാശ, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഈ നിരാശയിൽ നിൽക്കുമ്പോൾ എതിരാളികളുടെ ആഘോഷം കൂടി കാണുമ്പോഴോ നെഞ്ചകം തകർന്നു പോകും. അതാണ് ഇപ്പോൾ ഷൂമനിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അവരുടെ ആഘോഷം കണ്ടാൽ ഞങ്ങൾ ഇനി ഒരു കാലത്തും വിജയിക്കില്ല എന്ന മട്ടിലാണ്. ഞങ്ങൾ തിരികെ വരും. അദ്ദേഹം പറയുന്നു, ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തിരികെ വരും. വി വിൽ ബി ബാക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹത്തിന് അറിയാം ഇത് റയലാണ്, റമൻഡയുടെ ആളുകളല്ലേ, തിരിച്ചു വരും. അധികം വൈകാതെ തന്നെ ആ റമൻഡോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകരും കാത്തിരിക്കുകയാണ്. ആദ്യം ഷൂമനിയുടെ പോസ്റ്റിലേക്ക് അദ്ദേഹം പറയുന്നു, അവർ സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങളുടെ തോൽവികൾ, ഞങ്ങൾ ഇനി ഒരിക്കലും വിജയിക്കില്ല എന്ന തരത്തിലാണ് അവർ ആഘോഷിച്ചത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ തിരികെ വന്നിരിക്കുമെന്നാണ്. അതാണ് ഷൂമനി പറയുന്നത്. ഷൂമനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ധാരണയുണ്ട്, റയൽ മാഡ്രിഡ് തിരികെ വരുമെന്ന്. അധികമൊന്നും കാത്തിരിക്കേണ്ട. അവർ തിരിച്ചടിക്കാനുള്ള അവസരം ഇതാ തൊട്ടരികിലാണ്. 2 ആഴ്ചക്കപ്പുറം ഈ ടീമുകൾ വീണ്ടും ഏറ്റുമുട്ടുന്നുണ്ട്. അതും ലാലിഗയിലെ അതിനിർണായകമായൊരു പോരാട്ടത്തിൽ. ഇപ്പോൾ 4 പോയിൻ്റ് ലീഡിലാണ് ബാഴ്സ റയലിനേക്കാൾ ലാലിഗയിൽ ഒന്നാമത് നിൽക്കുന്നതെങ്കിൽ അന്നത്തെ കളിയിൽ ബാഴ്സയ്ക്ക് പണി കൊടുക്കാൻ പറ്റിയാൽ റയൽ മാഡ്രിഡിന് അതൊരു വലിയ ബൂസ്റ്റായിരിക്കും. അവർക്ക് കിരീട മോഹങ്ങൾ വീണ്ടും ജ്വലിപ്പിക്കാനും പറ്റും. പക്ഷേ അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം വളരെ ശക്തമായിട്ട് വരാനൊരു കാരണമുണ്ട്. ഇത്തവണ ലാലിഗയിൽ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ സാന്റിയാഗോ ബെർണാബുവിലിട്ട് റയൽ മാഡ്രിഡിനെ ബാഴ്സലോണ തീർത്ത് കളഞ്ഞതാണ്. പിന്നെ സൗദി അറേബ്യയിൽ പോയിട്ട് സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ഫൈനലിൽ തോൽപ്പിച്ച് കളഞ്ഞതാണ്. പിന്നെ ഇതാ കോപ്പ ഡെൽ റേയിൽ ഇന്നലെ സെവിയയുടെ മൈതാനത്തിട്ടും പണി കൊടുത്തതാണ്. അപ്പോൾ ഈ 3 തോൽവികളുടെ കണക്ക് വീട്ടാനുണ്ട്. അതിനാവുമോ റയലിന്? അവിടെയാണ് ചോദ്യം. ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് ലാലിഗ മത്സരം മെയ് 11 രാത്രി ഇന്ത്യൻ സമയം 7:45. അതെ, 2 ആഴ്ചക്കാലത്തെ സമയം മാത്രമേ ഉള്ളൂ വീണ്ടും ഇവർ ഏറ്റുമുട്ടാൻ. ഷൂമനി പറഞ്ഞ പോലെ തിരിച്ചടിക്കുമോ, തിരികെ വരുമോ റയൽ മാഡ്രിഡ്? അതല്ല, ഈ സീസണിലെ പരിതാപകരമായ അവസ്ഥ അത് കൂടുതൽ നിരാശയിലേക്ക് അവരെ കൊണ്ടുപോകുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.